ഉപന്യാസം, പ്രഭാഷണം, മുഖപ്രസംഗം, താരതമ്യക്കുറിപ്പ്, വിശകലനക്കുറിപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു നിരീക്ഷണക്കുറിപ്പ് എഴുതാം. നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒരു നിരീക്ഷണക്കുറിപ്പ് എങ്ങനെ എളുപ്പത്തിൽ എഴുതാം എന്നുള്ളതാണ്. എന്താണ് നിരീക്ഷണക്കുറിപ്പ്? ഒരു നിശ്ചിത വിഷയം അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ പ്രക്രിയ എന്നിവ ശ്രദ്ധയോടെ നിരീക്ഷിച്ച ശേഷം അവയെക്കുറിച്ച് തയ്യാറാക്കുന്ന വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ യഥാർത്ഥമായ വിവരണമാണ് നിരീക്ഷണക്കുറിപ്പ്. മലയാളം പരീക്ഷയിൽ ഇത് പ്രത്യേകിച്ച് എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രകൃതിയിലെ മാറ്റങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യത്തെക്കുറിച്ചോ ഒക്കെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യങ്ങൾ വരുന്നതാണ്. എന്തൊക്കെയാണ് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിഷയ ലക്ഷ്യമാണ് ആദ്യത്തെ. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത് എന്ന ബോധ്യമുണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ കർണനെ കുറിച്ചാണെങ്കിൽ കർണൻ്റെ മാനസികാവസ്ഥ എന്താണ്, തത്സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്, അങ്ങനെ ഓരോ സൂക്ഷ്മഭാവങ്ങളെയും നമ്മൾ നിരീക്ഷിച്ചിട്ട് വേണം അത് എഴുതി പൂർത്തിയാക്കാൻ. അപ്പോൾ സൂക്ഷ്മത ആവശ്യമാണ്. പാഠഭാഗത്തെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും, അതായത് വാക്കുകൾ, ശൈലികൾ എന്നിവയൊക്കെ നിരീക്ഷണത്തിന് വിധേയമാക്കണം. ക്രമബദ്ധമായ അവതരണം. നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ക്രമമായി എഴുതുക. ഇനി തെളിവുകൾ ആവശ്യമാണ്. നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ തെളിവ് സഹിതമാണ് നമ്മളത് അവിടെ രേഖപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ നിരീക്ഷണത്തെ ശരിവയ്ക്കുന്ന വരികളോ പ്രയോഗങ്ങളോ പാഠഭാഗത്തു നിന്ന് ഉദ്ധരണികളായിട്ട് നൽകുക. അപ്പോൾ പാഠഭാഗം വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. നിഷ്പക്ഷത. നിരീക്ഷകൻ എന്ന നിലയിൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ കലർത്താതെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുക. അനാവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലൊന്നും പറ്റില്ല. എങ്ങനെയാണോ പാഠഭാഗത്തെ കഥാപാത്രത്തെക്കുറിച്ച്, സംഭവത്തെക്കുറിച്ച്, ആ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിനെ വിശകലനം ചെയ്ത് നിരീക്ഷിച്ചെഴുതുക എന്നുള്ളതാണ്. ഭാഷ. ലളിതവും വ്യക്തവുമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അവസാനം നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരും അല്ലേ? ആ നിരീക്ഷണത്തിലൂടെ നിങ്ങൾ അവസാനമായി എത്തിച്ചേർന്ന സത്യം അല്ലെങ്കിൽ ബോധ്യം എന്താണെന്ന് ചുരുക്കത്തിൽ എഴുതി അവസാനിപ്പിക്കുക. ഞാൻ ഉദാഹരണമായിട്ട് 2-3 നിരീക്ഷണക്കുറിപ്പുകളൂടെ കൊടുത്തിട്ടുണ്ട്. നിരീക്ഷണക്കുറിപ്പ് സാധാരണഗതിയിൽ 5 മാർക്കിൻ്റെയോ 7 മാർക്കിൻ്റെയോ ചോദ്യമായിട്ട് വരുന്നതാണ്. നിരീക്ഷണക്കുറിപ്പ് എഴുതാൻ വരും. 2 പേരുടെ നിരീക്ഷണങ്ങളെ നമ്മൾ താരതമ്യം ചെയ്ത് എഴുതാനായിട്ടുള്ള ചോദ്യവും നിങ്ങൾക്ക് വരുന്നതാണ്. ഏട്ടക്കൂരി എന്ന കവിതയിലെ വരികൾ, അതായത് പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം. അതിജീവനത്തിൻ്റെ എന്തെല്ലാം സൂചനകളാണ് വരികളിൽ പ്രകടമാകുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. ഏട്ടക്കൂരി എന്ന പാഠഭാഗം എഴുതിയത് ആരാണ് ഒക്കെ നിങ്ങൾ കണ്ടുവെച്ചോളണം. ഓരോ പാഠഭാഗത്തെ വരികൾ പറയുമ്പോഴും അത് സ്വന്തമായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒരു നോട്ട്സ് തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടത്തെയാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ചടുലമായ നീക്കങ്ങളാണ്. ആ മത്സ്യത്തെ 2 പേരെയും കവി വർണ്ണിച്ചിരിക്കുന്നത്. പുഴവെട്ടി നീന്തുക, കരവെട്ടി ചാടുക എന്നീ പ്രയോഗങ്ങൾ ജീവജാലങ്ങളുടെ ചടുലതയെയും ഊർജ്ജസ്വലതയെയും കാണിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് മുന്നേറാനുള്ള കരുത്താണിവ ഈ വരികളിലൂടെ പ്രകടമാകുന്നത്. അതിജീവനത്തിൻ്റെ സൗന്ദര്യം. അതിജീവനത്തിനായി ഒരു ജീവി നടത്തുന്ന കഠിനാധ്വാനം കേവലം ഒരു പോരാട്ടമല്ല, മറിച്ചത് കാണാൻ നല്ല ചന്തം ഉള്ളതാണെന്ന് കവി നിരീക്ഷിക്കുന്നു. നല്ല ചന്തം ഉള്ളതെന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. ജീവിതം നിലനിർത്താനുള്ള പ്രയത്നം പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഓരോ ജീവജാലങ്ങളെയും ഇൻക്ലൂഡിങ് അസ് അല്ലേ, നമ്മളെ കൂടി ഉൾപ്പെടുത്തിയാൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ജീവിതത്തിലെ ഓരോ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ നമ്മളെടുക്കുന്ന വേഗതയും അതിലുള്ള ഉത്സാഹവും ഒക്കെ നമുക്ക് പരിചിതമാണ്. ലക്ഷ്യബോധം. ഒഴുക്കിനെ മുറിച്ചു കിടക്കുന്ന വാളയും കരയിലേക്ക് കുതിക്കുന്ന ഏട്ടക്കൂരിയും തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ഇത് മനുഷ്യർക്കും മാതൃകയാക്കാവുന്ന അതിജീവനത്തിൻ്റെ പാഠമാണ് എന്നെഴുതി നമുക്ക് അവസാനിപ്പിക്കാം. ജോസ്, ഇങ്ങ് അടുത്തു വരൂ. നിൻ്റെ മനസ്സിലെ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗമാണ്. ഇത് വരികൾ കേൾക്കുമ്പോൾ തന്നെ ഏത് പാഠഭാഗം നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊള്ളണം. ആരാണ് എഴുതിയതെന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. ജോസിനെ മനസ്സിലാക്കാനും അവന് പ്രചോദനമേകാനും ഫാദർ ഫ്രാൻസിസിന് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുക. എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്? നമ്മൾ അങ്ങനെയല്ലേ കഥ മനസ്സിലാക്കിയത്. ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗത്തിൽ ഫാദർ ഫ്രാൻസിസ് ജോസിനെ കൃത്യമായി മനസ്സിലാക്കുകയും അവന് വേണ്ട പ്രചോദനം നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി മനഃശാസ്ത്രപരമായ സമീപനം എന്താണ് അദ്ദേഹം സ്വീകരിച്ചത്? ജോസിൻ്റെ മുഖഭാവത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ അവൻ്റെ ഉള്ളിലെ സംഘർഷങ്ങൾ തിരിച്ചറിയാൻ ഫാദറിന് കഴിയുന്നു. അവനെ ശാസിക്കുന്നതിന് പകരം സ്നേഹപൂർവ്വം അടുത്ത് വിളിക്കുന്നത് അവനിൽ വിശ്വാസം ജനിപ്പിക്കുന്നു. ഇനി സാന്ത്വനവും തുണയും. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് കരുതുന്ന ജോസിന് താൻ കൂടെയുണ്ടെന്ന ബോധ്യം നൽകാൻ ഫാദറിൻ്റെ വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. ഒരു നല്ല അധ്യാപകനായും വഴികാട്ടിയായും ഫാദർ ഇവിടെ മാറുന്ന കാഴ്ച. മാറ്റം വരുത്താനുള്ള കരുത്ത്. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ കൂടി മനസ്സിലാക്കുന്നു എന്നത് ജോസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത് അവൻ്റെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ ആ പാഠഭാഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഫാദർ എങ്ങനെയുള്ള വ്യക്തിയാണ്, ഫാദർ ഫ്രാൻസിസ് എങ്ങനെയാണ് ജോസ്, അവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്തായിരുന്നു, അവസാനത്തിൽ എന്താണ് അത് സംഭവിച്ചത്,
പ്രേരിപ്പിച്ചത്, അവന് പ്രചോദനമേകിയത് ആരാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ കഥയുടെ ഏറ്റവും പ്രധാന പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഉപ്പ് ചേർന്ന രുചിയുള്ള കടുംചായ നിറമുള്ള കലശു വെള്ളത്തിൻ്റെ മകൾ. പാഠഭാഗം ഏതാണെന്ന് ഓർമ്മിച്ചോളണം. കവി ഇപ്രകാരം സ്വയം വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാവാം? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. എന്തൊക്കെയാണ്? അനന്യമായ വ്യക്തിത്വമാണ്. കവി തൻ്റെ വേരുകളെയും ജന്മനാടിൻ്റെ പ്രകൃതിയെയും അടയാളപ്പെടുത്താനാണ് ഈ വിശേഷണങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റു വ്യക്തിത്വത്തെ തന്നെ താനാക്കി മാറ്റിയ നാടിൻ്റെ ആ മഹത്വത്തെ പറ്റി, അല്ലെങ്കിൽ താൻ എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന നാടിനെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കാൻ ആ നാട് തന്നെ ചെലുത്തിയ സ്വാധീനം, ജീവിത സാഹചര്യങ്ങളുടെ പ്രതിഫലനം. കടുംചായ നിറം, ഉപ്പുരുചി എന്നിവ കഷ്ടപ്പാടുകളെയും അധ്വാനത്തെയും സൂചിപ്പിക്കുന്നു. സാധാരണക്കാരൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് തൻ്റെ കവിതകൾ ഉണ്ടാകുന്നത് എന്ന് കവി ഇതിലൂടെ വ്യക്തമാക്കുന്നു. പ്രകൃതിയും മനുഷ്യനും. മനുഷ്യൻ താൻ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ ഭാഗമാണെന്ന വലിയ സത്യത ഓർമ്മിപ്പിക്കുന്നു. വെള്ളത്തിൻ്റെ ഗുണങ്ങൾ തൻ്റെ സ്വഭാവത്തിലും രക്തത്തിലും ഉണ്ടെന്ന് കവി വിശ്വസിക്കുന്നു. ജാതിവർഗ രാഷ്ട്രീയത്തിൻ്റെ സൂചന. സവർണമായ, അതായത് ശുദ്ധജല സങ്കല്പങ്ങൾക്ക് വിപരീതമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും അധ്വാനിക്കുന്നതിൻ്റെയും പ്രതീകമായ കലശുവെള്ളത്തെ, അതായത് കലങ്ങിയ വെള്ളത്തെ അദ്ദേഹം അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. ഓരോ പാഠഭാഗത്തിനും വാച്യമായ അർത്ഥത്തിലുപരി വ്യംഗ്യമായ അർത്ഥതലങ്ങളുണ്ട്. അത് നമുക്ക് ആവർത്തിച്ച് വായിച്ച് ശ്രദ്ധയോടെ വായിക്കുന്നതിലൂടെയാണ് അതിൻ്റെ ആശയസമൃദ്ധി നമ്മുടെ മനസ്സ് നിറയുന്നത്. അങ്ങനെയുള്ളൊരു ആശയസമ്പന്നത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ചോദ്യത്തിൻ്റെയും ഉത്തരം വളരെ വ്യക്തമായും കൃത്യമായും എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പേന ചലിക്കില്ല, നമ്മളങ്ങനെ ചിന്തിച്ചിരിക്കും എന്താണ് അടുത്തത് എഴുതേണ്ടതെന്ന്. ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഓരോരുത്തരും മിടുക്കരായിട്ട് എല്ലാ പരീക്ഷകളിലും നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാൻ പറ്റണം. അപ്പം ഞാൻ ഈ തരുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഒരു പാഠഭാഗം വായിക്കുമ്പോൾ അതിൽ നിന്നൊരു നിരീക്ഷണക്കുറിപ്പോ താരതമ്യക്കുറിപ്പോ എന്താണ് അതിനെ അടിസ്ഥാനമാക്കിയൊരു ചോദ്യം ഞാൻ ഉദാഹരണമായി പറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ചോദ്യങ്ങളോ ഒക്കെ നിങ്ങൾ സ്വയം എഴുതി നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട്, ഞാൻ മിടുക്കനാണോ, ആ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.